ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. ചില താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോകുമെന്നും പുതിയ താരങ്ങൾ ക്ലബ്ബിലേക്ക് വരുമെന്നതാണ് റൂമറുകളിൽ സൂചിപ്പിക്കുന്നത്. ഇനി സൂപ്പർ കപ്പ് തുടങ്ങാൻ ഏകദേശം ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. എന്നാൽ സൂപ്പർ കപ്പിന് ശേഷം 3 താരങ്ങൾ ക്ലബ്ബ് വിടുമെന്നതും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ സെർജി കാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. താരം ക്ലബിനോടൊപ്പം മെഡിക്കൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സൂപ്പർ കപ്പിന് ശേഷം താരത്തെ ഒഫീഷ്യലായി ക്ലബ്ബ് സൈൻ ചെയ്ത കാര്യം അറിയിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ സൂപ്പർ കപ്പിന് ശേഷം പുറത്തേക്ക് പോകുന്ന 3 താരങ്ങളിൽ 2 എണ്ണവും ക്വാമി പെപ്പറും മിലോസ് ഡ്രിങ്കിച്ചും ആണെന്ന് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. അടുത്തത് ലൂണയോ നോവ സദോയോ, ഇവരിൽ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകുന്നത് കണ്ടു തന്നെ അറിയണം. ഒരുപക്ഷെ ലൂണയ്ക്ക് തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ. കാരണം നോവ സദോയ് കാറ്റാലയുടെ സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ്. ഇരുവിങ്ങുകളിലൂടെ സ്പീഡി മൂവ്മെന്റ്സ് നടത്താനും സദോയ്ക്ക് പ്രത്യേകതരം കഴിവുണ്ട്. സൂപ്പർ കപ്പിന് ശേഷം നോവ സദോയ് ബ്ലാസ്റ്റേഴ്സ് വിടാനും സാധ്യതകൾ കാണുന്നുണ്ട്. ലൂണയ്ക്ക് കൂട്ടായി ഒരു ബാക്കപ്പ് ഫോറിൻ മിഡ്ഫീൽഡറെ ടീമിൽ എത്തിക്കാനും ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഹെയ്സൂസ് ജിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയത്തില്ലെന്ന് തന്നെ വിശ്വസിക്കാം. കാറ്റാല ഇതിനെ സംബന്ധിച്ച് കൊടുത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇനിയും പുതിയ താരങ്ങൾ വരുമെന്നാണ്. നല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനും ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട്. പുതിയ പ്ലേയേഴ്സ് ഉറപ്പായും വരുമെന്ന് തന്നെയാണ് കാറ്റാലയും പറഞ്ഞത്. കാറ്റാലയ്ക്ക് തൻ്റെ സിസ്റ്റത്തിൽ ഏത് പൊസിഷനിലേക്ക് വേണ്ടിയുള്ള താരങ്ങളെയാണെന്ന് പറഞ്ഞ കരോളിൻസ്കി പുതിയ പ്ലേയേഴ്സിനെ എത്തിക്കുമെന്നാണ് കാറ്റാല പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും സൂപ്പർ കപ്പിന് ശേഷം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വ്യക്തത വരുമെന്ന് വിശ്വസിക്കാം.